ഹായ് ഫ്രണ്ട്സ്, സഹകാരി റേസ് പ്ലസിന്റെ മാത്സ് ട്രിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ ഈസി ആയിട്ട് മാത്സ് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കുകയാണ്. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒരുപാട് റൂട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ ഇത്. മാത്സ് ക്വസ്റ്റ്യൻ ആയിട്ട് PSC ചോദിച്ചൊരു ചോദ്യമാണേ. നമുക്ക് നോക്കാം ഇതെന്താ ചെയ്യുക. വലതുവശത്ത് നിന്നുള്ള ആദ്യത്തെ സംഖ്യ ഇവിടെ എടുക്കാം. എന്താണ്? വലതുവശം മുതൽ എടുക്കണം. അപ്പോൾ ഇവിടുത്തെ വലതുവശത്തെ ആദ്യ സംഖ്യ ഏതാണ്? അത് 144 ആണല്ലേ. എന്തെടുക്കുക? 144ന്റെ റൂട്ട് എടുക്കുക. എന്താണ് 144ന്റെ റൂട്ട്? നമുക്കറിയാം അത് 12 ആണല്ലേ. എന്താണ്? 12 ആണ്. ആ 12നെ 52നോടൊപ്പം ആഡ് ചെയ്യുക. എന്താണ്? ആദ്യം വലതുവശത്തുള്ള സംഖ്യ എടുക്കുക, ആ സംഖ്യയുടെ റൂട്ട് എടുക്കുക. എന്താണ് റൂട്ട്? 144 റൂട്ട് 12 ആണല്ലേ. ആ 12നെ തൊട്ടടുത്ത സംഖ്യയോടൊപ്പം കൂട്ടുക. അപ്പോൾ എന്താണ്? 52നോടൊപ്പം 12 കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 64 കിട്ടും അല്ലേ. എന്ത് കിട്ടും? 64 കിട്ടും. അതിന്റെ റൂട്ട് എടുക്കുക. എന്തെടുക്കുക? 64ന്റെ റൂട്ട് എടുക്കുക. നമുക്കറിയാം 64ന്റെ റൂട്ട് എത്രയാണ്? അത് 8 ആണ്. 64ന്റെ റൂട്ട് എത്രയാണ്? അത് 8 ആണ്. ആ 8നെ നമ്മൾ തൊട്ടടുത്തയായ സംഖ്യയായ 248നോടൊപ്പം കൂട്ടുക. അപ്പൊ എന്ത് കിട്ടും? 256 കിട്ടും. എന്ത് കിട്ടും? 256. അതിന്റെ റൂട്ട് എടുക്കുക. എത്രയാണ് 256ന്റെ റൂട്ട്? അത് 16 ആണല്ലേ. എന്താണ്? അത് 16 ആണ്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ നോക്കിയാലോ. ആദ്യം വലതുവശത്തുള്ള ആദ്യ സംഖ്യ എടുക്കുക, 144. അതിന്റെ റൂട്ട് എടുക്കുക. എന്താണ് 144ന്റെ റൂട്ട്? അത് 12 ആണല്ലേ. ആ 12നെ തൊട്ടടുത്ത സംഖ്യയോടൊപ്പം കൂട്ടുക. അപ്പോൾ ഒരു നമ്പർ കിട്ടില്ലേ നമുക്ക്? എന്താണ്? 12നെ 52നോട് കൂട്ടിയപ്പോൾ 64 കിട്ടി. അതിന്റെ റൂട്ട് എടുക്കുക. എന്ത് കിട്ടും? അതിന്റെ റൂട്ട് 8 ആണല്ലേ. ആ കിട്ടുന്ന സംഖ്യയെ തൊട്ടടുത്ത നമ്പറിനോടൊപ്പം ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 248നോടൊപ്പം 8 കൂട്ടുമ്പോൾ 256 കിട്ടും. എന്ത് ചെയ്യുക? 16 ആഡ് ചെയ്യുക. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി 16 ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരുപാട് റൂട്ട് ഉണ്ടല്ലേ. റൂട്ട് 4, റൂട്ട് 21, റൂട്ട് 13, റൂട്ട് 8, റൂട്ട് 1. ഓക്കെ, നമ്മൾ ആദ്യം വലതുവശം മുതലുള്ള സംഖ്യ എടുക്കുക. ഏതാണ് വലതുവശത്തെ സംഖ്യ? അത് 1 ആണല്ലേ. നമുക്കറിയാം റൂട്ട് 1 എത്രയാണ്? റൂട്ട് 1 1 തന്നെയാണ്. ആ 1നെ തൊട്ടടുത്ത നമ്പറിനോട് ആഡ് ചെയ്യുക. 1നെ തൊട്ടടുത്ത നമ്പറിനോട് ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 9 കിട്ടും അല്ലേ. എന്ത് കിട്ടും? 9. ആ 9ന്റെ റൂട്ട് എടുക്കുക. ആ 9ന്റെ റൂട്ട് എടുക്കുക. നമുക്കറിയാം 9ന്റെ റൂട്ട് 3 ആണ്. എന്താണ്? 3 ആണ്. ആ 3നെ തൊട്ടടുത്ത സംഖ്യയോട് ആഡ് ചെയ്യുക. നമുക്ക് കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷെ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പം റൂട്ട് 13 പ്ലസ് 3 അപ്പൊ എത്രയാ? നമുക്ക് 16 ആയല്ലേ. എന്തായി? റൂട്ട് 16ന്റെ ആൻസർ എന്താണ്? അത് 4 ആണല്ലേ. എന്താണ്? 4 ആണ്. ആ 4നെ തൊട്ടടുത്ത സംഖ്യയോട് ആഡ് ചെയ്യുക. 4നെ തൊട്ടടുത്ത സംഖ്യയോട് ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 25 എന്ന് കിട്ടും. എന്തെന്ന് കിട്ടും? 25. അതിന്റെ റൂട്ട് എടുക്കുക. എത്രയാണ് അതിന്റെ റൂട്ട്? 5 ആണല്ലേ. ആ 5നെ വീണ്ടും തൊട്ടടുത്ത സംഖ്യയായ 4നോട് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 9 കിട്ടും. അതിന്റെ റൂട്ട് എടുക്കുക. ആൻസർ എത്രയാണ്? 3. അപ്പൊ നമുക്ക് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഒന്നുകൂടെ പറഞ്ഞു തരാം. വലതുവശത്ത് നിന്ന് വേണം നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ. വലതുവശത്തെ സംഖ്യ 1 ആണല്ലേ. അപ്പം റൂട്ട് 1 നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് സ്റ്റെപ്പായിട്ട് ഞാനിവിടെ എഴുതി തരാം. റൂട്ട് 1ന്റെ ആൻസർ 1 ആണെന്ന് അറിയാം. ആ സംഖ്യയെ തൊട്ടടുത്ത സംഖ്യയോട് ആഡ് ചെയ്യുക. എന്ത് കിട്ടും? 9 കിട്ടും. അതിന്റെ റൂട്ട് എടുക്കുക. അപ്പൊ എന്ത് കിട്ടും? 9ന്റെ റൂട്ട് 3 ആണെന്ന് കിട്ടും. ആ 3നെ തൊട്ടടുത്ത സംഖ്യയായ 13നോടൊപ്പം ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 16 കിട്ടും അല്ലേ. അതിന്റെ റൂട്ട് എടുക്കുക. എന്ത് കിട്ടും? 4 കിട്ടും. ആ 4നെ തൊട്ടടുത്ത സംഖ്യയായ 21നോടൊപ്പം ആഡ് ചെയ്യുമ്പോൾ 25 കിട്ടും. അതിന്റെ റൂട്ട് എടുക്കുക. എന്താണ്? ആൻസർ 5 ആണ്. വീണ്ടും നമ്മൾ ഇവിടുത്തെ കഴിയുന്നത് വരെ ഇങ്ങനെ ആഡ് ചെയ്ത് പോണം കേട്ടോ. അപ്പൊ അടുത്ത ആ 5നെ എന്ത് ചെയ്യുക? തൊട്ടടുത്ത സംഖ്യയോടൊപ്പം ആഡ് ചെയ്യുക. 9 കിട്ടും. നമുക്കറിയാം റൂട്ട് 9 = 3. ഓക്കെ, മനസ്സിലായല്ലോ. നമുക്കിതാ ഒരു ചോദ്യം കൂടെ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്, ഉറപ്പുണ്ട്. അപ്പം മനസ്സിലായല്ലോ. എങ്ങനെയാ നമ്മള്? ഒന്നുകൂടെ വലതുവശത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. 144 ആണ്. അതിന്റെ റൂട്ട് 12 ആണ്. ആ 12നെ തൊട്ടടുത്ത സംഖ്യയോട് ആഡ് ചെയ്യുക.
അപ്പൊ എന്ത് കിട്ടും? ഒരു സംഖ്യ കിട്ടും, അതിന്റെ റൂട്ട് എടുക്കുക, ആ ആൻസർ തൊട്ടടുത്ത സംഖ്യയോട് ആഡ് ചെയ്യുക. അപ്പൊ നിങ്ങള് ഇതിന്റെ ഉത്തരം ഉറപ്പായിട്ടും താഴെ കമന്റ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു ട്രിക്സുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.